തൃശൂർ പൊരിങ്ങൽകുത്ത് ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. 2 ഷട്ടർ 1 അടി വീതം തുറന്ന് സെക്കൻഡിൽ 7.5 ക്യുമെക്സ് വെള്ളമാണ് പുറത്തേക്ക് ഒഴുക്കുന്നത്. ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ ജലനിരപ്പ് ഉയരുകയാണ്. അതിരപ്പള്ളിയിൽ നിന്ന് ജെയ്സൺ ചാമവളപ്പിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശ്ശൂർ ജില്ലയിലെ മലയോര മേഖലകളിൽ പ്രധാനമായും കനത്ത മഴ ഇടവിട്ട് പെയ്യുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടം നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനാകും. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൂടെ വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരുന്നു. പെരിങ്ങൽകുത്ത് ഡാം ഏകദേശം 12 മണിയോടുകൂടിയാണ് തുറന്ന് 2 ഷട്ടറുകൾ തുറന്ന് ഓരോ അടി വീതം തുറന്നിട്ടാണ് ഇപ്പോൾ വെള്ളം പുറത്തുവിടുന്നത്. 7.5 ക്യുമെക്സ് മീറ്ററാണ് പ്രധാനമായും വെള്ളം പുറത്തുവിടുന്നത്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കടലോര മേഖലകളിലും കടലാക്രമണം ശക്തമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി കടലാക്രമണം ശക്തമാണ്. ഈ പ്രദേശത്തെ പല റോഡുകളും വീടുകളും ഒക്കെ കടലാക്രമണത്തിൽ തകർന്നു കഴിഞ്ഞു. മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ടെങ്കിലും രാത്രി പെയ്ത മഴയാണ് പ്രധാനമായും വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ഇടയാക്കിയത്. ഈ രാത്രി നിന്ന് പെയ്ത മഴയാണ് പെരിങ്ങൽകുത്ത് ഡാം തുറക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. 244 പരമാവധി സംഭരണശേഷി പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ. ആ സംഭരണശേഷിയോട് അടുത്ത് എത്തിയ സാഹചര്യത്തിലാണ് ഡാം തുറക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. പിന്നീട് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി ഡാം തുറക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ തോതിൽ വെള്ളം അതിരപ്പള്ളിയിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിലൂടെ അത് താഴെ ചാലക്കുടി പുഴയിലേക്ക് ഒഴുകുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇതുകൊണ്ട് തന്നെ മഴ ഇനിയും കനക്കുകയാണെങ്കിൽ ഷട്ടറുകളുടെ എണ്ണം കൂട്ടുകയും അതോടൊപ്പം തന്നെ വെള്ളം പുറത്തുവിടുന്നതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ജില്ലയിൽ ഗുരുവായൂരിനടുത്ത് ഒരു ആളൊഴിഞ്ഞ വീട് കനത്ത മഴയിൽ തകർന്നു വീഴുകയും പക്ഷേ ആളുകൾക്കൊന്നും അപകടമുണ്ടായിരുന്നില്ല, പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു ആശ്വാസമാണ്. മാളയിൽ ചെറിയ തോതിലുള്ള മണ്ണിടിച്ചൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ കനക്കുന്നതിൻ്റെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലും പ്രത്യേകിച്ച് മലയോര മേഖലകളിലും വലിയ തോതിൽ വെള്ളം കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. മഴ ഇനിയും കനത്താൽ പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ തുറക്കാനും കൂടുതൽ വെള്ളം പുറത്തുവിടുന്ന ഒരു സാഹചര്യത്തിലേക്കും എത്തിച്ചേരും. റിപ്പോർട്ടർ ജെയ്സൺ, തൃശ്ശൂർ.